സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക. ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങളോട്. ഇന്ന് നിങ്ങളുടെ പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? ലോസിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു എന്ന് ദയവായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ലോസ് ഉള്ളവർ ലോസ് കമൻറ്റ് ചെയ്യൂ. അതിനുശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. എന്തായാലും ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലെ വിശേഷങ്ങൾ നോക്കാം. ഇന്ന് ഒരുപാട് റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത ഒരു ദിവസമാണ്. നിഫ്റ്റി സെൻസെക്സ് ഒക്കെ 1% വരെയാണ് ഇന്ന് താഴോട്ട് വന്നിരിക്കുന്നത്. ബുൾസിൻ്റെ അതായത് എന്താ പറയുക, കാളകളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. 7ാമത്തെ ദിവസമാണ് വിക്സ് പമ്പ് ചെയ്ത് കയറുന്നത്. 10ൻ്റെ താഴെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇടിയും, അപ്പോൾ വിക്സ് നന്നായിട്ട് കയറുന്നല്ലോ. പക്ഷെ ആ സമയത്തൊന്നും അത് വീണില്ല. വീണ്ടും പതുക്കെ വിക്സ് മുകളിലോട്ട് കയറ്റിക്കൊണ്ടുവന്നു. ഇപ്പോൾ നല്ലൊരു ഫോൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഉറപ്പിക്കാറായിട്ടില്ല, ഇനിയും സമയമുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ Q4 റിസൾട്ട് 14% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടാറ്റ ടെക് പ്രോഫിറ്റ് 28% കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാലും കൂടി 10 രൂപ 5 പൈസ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ റാണെ ബ്രേക്ക് ലൈനിങ്സ് 20% അപ്പർ സർക്യൂട്ട് അടിച്ച് നിൽക്കുകയാണ്. Q4 റിസൾട്ട് സൂപ്പറായിരുന്നു. ദെൻ ഭാരത് ഫോർജ് ഇന്ന് 2% ഇടിയാണ് ചെയ്തത്. US നോർത്ത് അമേരിക്കൻ റീജിയനിൽ ട്രക്കിൻ്റെ ഡിമാൻഡ് കുറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഗോഡ്ഫ്രെ ഫിലിപ്സ് 2% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഫെററോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയായിട്ട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്, സ്വീറ്റ് പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് അവരൊരു ടൈപ്പിലെത്തിയിട്ടുണ്ട്. സീറ്റ് ടയർ മാനുഫാക്ചറിങ് കമ്പനി 2% താഴോട്ട് പോയിട്ടുണ്ട്. 23% ഇടിവാണ്, ലാഭത്തിലുണ്ടായിരുന്ന 23% ഇടിവാണ് സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം. കൊഫോർജ് ഇന്ന് 10% താഴോട്ട് പോയിരിക്കുന്നത്. കാരണം Q4 റിസൾട്ട് മോശമായിരുന്നു. കൂടാതെ മോശമായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഒരു Q3 Q4 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ശരാശരി റിസൾട്ട് മാത്രമാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബ്രോക്കറേജുകൾ ഇന്ന് ഒരാൾ ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത്. കൊഫോർജ് നല്ല റിസൾട്ടായിട്ട് എന്തുകൊണ്ട് താഴോട്ട് പോയി എന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് തപ്പി അന്വേഷിച്ചപ്പോഴാണ് ബ്രോക്കറേജ് ഫേംസ് രജിസ്റ്റേർഡ് അനലിസ്റ്റുകൾ ഈ കമ്പനിയെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബൈ എന്നുള്ള ഇതിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് സ്റ്റോക്ക് പ്രൈസ് 10% ഇടിഞ്ഞത്. അജന്ത ഫാർമ ഇന്ന് 6% വർധന രേഖപ്പെടുത്തി. Q4 റിസൾട്ട് സൂപ്പർ ആയതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. കോൾ ഇന്ത്യ സ്റ്റോക്ക് പ്രൈസ് 4% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ Q4 റിസൾട്ട്സ് വലിയൊരു സംഭവമൊന്നും ആയിരുന്നില്ല. എങ്കിൽ കൂടി ബ്രോക്കറേജ് കമ്പനികൾ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അനലിസ്റ്റുകൾ അവരുടെ കോൾസിലെല്ലാം തന്നെ ഈ സ്റ്റോക്ക് ബൈ ഓപ്ഷനാണ് ഇട്ടിരിക്കുന്നത്. ദെൻ MRF ഇന്ന് 4% ഇടിവുണ്ടാക്കി. Q4 നെറ്റ് പ്രോഫിറ്റിൽ 7.5% ഇടിവുണ്ടായതുകൊണ്ടാണ് ഇന്ന് MRFിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 4% ഇടിഞ്ഞത്. ടൈറ്റൻ Q4 റിസൾട്ടിൽ 7%, പ്രോഫിറ്റിൽ 7% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11 രൂപ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് താഴോട്ട് പോയിരിക്കുകയാണ്. 3ാമത്തെ ആഴ്ചയാണ് ഇത് ഇടിഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. USD $2.41 ബില്യൺ ഇടിവാണ്, കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കായിട്ടുള്ള ഹൈലൈറ്റ്സ് എടുത്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് ഡാറ്റ തന്നെയാണ് ഇത്. ഞാൻ 7 മണിക്ക് ശേഷമാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ 22,650 ട്രേഡിംഗ് നടക്കുന്നു. 69 പോയിന്റ് ഗ്രീനിലാണ്. നിക്കി 37 പോയിന്റ് റെഡിലാണ്. ഹാങ്സങ് 268 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 117 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 447 പോയിന്റ്, അഥവാ 1.26% അപ്പ് ഡൗൺ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,766 നിന്നും 290 പോയിന്റ് നഷ്ടത്തിൽ 22,476 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,500 അടുപ്പിച്ച് തന്നെ ഒരു ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ 500 മുകളിൽ ഓപ്പൺ ആവും. 500 നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അഗൈൻ 5 ദിവസത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിൽ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഈവനായി ക്ലോസ് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റോക്കുകൾ ലാഭത്തിലും 44 സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് അവസാനിച്ചിരിക്കുന്നത്. കോൾ ഇന്ത്യ, ഗ്രാസിം, ONGC, അപ്പോളോ ഹോസ്പിറ്റൽ ഇത്രയും സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ LT, മാരുതി, നെസ്ലെ ഇന്ത്യ, റിലയൻസ് ഇത്രയും സ്റ്റോക്കുകൾ വലിയ നഷ്ടത്തിലും അവസാനിച്ചിട്ടുണ്ട്. ദെൻ 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 139 പോയിൻ്റ് ഗെയിൻ, അതായത് 0.62% ഒരു ഗെയിൻ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേസമയത്ത് മെയ് മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 92 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 8.7% വർദ്ധിച്ച് 14.6 13 മുതൽ 20 വരെയുള്ള വാല്യൂസ് ഇൻട്രാഡേ ട്രേഡേഴ്സിനും വളരെ മനോഹരമായിട്ട് ഓപ്ഷൻ ബയേഴ്സിന് കാശുണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഈ നിഫ്റ്റിയിൽ ഇന്ന് നാരോ CPR ആയിരുന്നു പ്രൈസ് ആക്ഷൻ, പക്ഷേ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ അതിനെക്കുറിച്ച് പറയാനില്ല. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 41,375 ഓപ്പൺ ആയിട്ട് 451 പോയിന്റ് നഷ്ടത്തിൽ 48,924 ക്ലോസ് ചെയ്തു. 48,924 എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലൈനാണ്. 924 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. സോ അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നോക്കണം. ഫിൻ നിഫ്റ്റി ഇന്ന് 22,009 സ്റ്റാർട്ട് ചെയ്ത് 211 പോയിന്റ് നഷ്ടത്തിൽ 21,797 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 75,018 ഓപ്പണായി 1,139 പോയിന്റ് നഷ്ടത്തിൽ 73,878 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് ഇന്ന് 139 ഓപ്പണായിട്ട് 75 പോയിന്റ് നഷ്ടത്തിൽ 11,064 ക്ലോസ് ചെയ്തു. ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $79.43 കുറയാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് റേറ്റ് ഇന്ന് ചെറുങ്ങനെ വർദ്ധിച്ചിട്ടുണ്ട്, $2,309 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 83 രൂപ 43 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,440 കോടിയുടെ ബൈയിങ്ങും 19,832 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 2,391 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 13,865 കോടിയുടെ ബൈയിങ്ങും 13,175 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 690 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. അങ്ങനെ ഓൾ ടുഗദർ 1,701 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇന്ന് നടന്നത്. ഈ മാസം മൊത്തത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,356 കോടിയുടെ സെല്ലിങ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,042 കോടിയുടെ ബൈയിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1,313 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ സെക്ടറുകളും നെഗറ്റീവിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത്. അതേപോലെ ETF നോക്കുകയാണെങ്കിൽ ETF എല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിൽ. ITBs ഇന്ന് 0.94% ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് കോൾ ഇന്ത്യ 4.76% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. അതേപോലെ MRF 4.08% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. MRFിൻ്റെ പ്രൈസ് 1,28,400 രൂപയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്. അത്രയും പ്രൈസി ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണത്. കോൾ ഇന്ത്യ, കുമിൻസ് ഇന്ത്യ, PFC, ഗ്രാസിം, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, വേദാന്ത ലിമിറ്റഡ്, ONGC, ആസ്ട്രഡിയം, കോൺകർ, IX, അപ്പോളോ ഹോസ്പിറ്റൽ, REC ലിമിറ്റഡ് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ഹയസ്റ്റ് പ്രോഫിറ്റിൽ അവസാനിച്ചപ്പോൾ MRF, LT, മാരുതി, ട്രെൻറ്റ്, നെസ്ലെ ഇന്ത്യ, റിലയൻസ്, ICICI, GI, ഭാരതി എയർടെൽ, ഭാരത് ഫോർജ്, HDFC ലൈഫ്, അൾട്രാടെക് സിമെൻറ്റ്, JSW സ്റ്റീൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 747 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,476 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. നിഫ്റ്റിയുടെ PCR 0.65 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് ആണ് അത് സൂചിപ്പിക്കുന്നത്. 22,476 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 76 പോയിന്റ് താഴെയായിട്ട് 76 പോയിന്റ് മാത്രം മുകളിലായിട്ട് 22,551 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ദിവസത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 22,800 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത്. 74 ലക്ഷം കോൾ ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയത്ത് 22,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അത് കേവലം 60 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.65 തന്നെയാണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് ആണ്. 48,924 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 127 പോയിന്റ് മുകളിലായിട്ട് 49,051 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിട്ടുള്ളത് 49,500 ഇവിടെ 37 ലക്ഷം കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അതേസമയത്ത് 49,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 18 ലക്ഷം മാത്രമാണ്. സോ
നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനീസ് നോക്കുകയാണെങ്കിൽ കൊടാക് മഹീന്ദ്ര ബാങ്ക്, അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ്, IDIB ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, കൻസായ് നെറോലാക് പെയിൻറ്റ്സ്, സെൻട്രൽ ഡിപ്പോസിറ്ററി അതായത് CDSL നമ്മുടെയൊക്കെ സ്റ്റോക്ക് സൂക്ഷിക്കുന്ന അവരുടെ, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, ഇത് കൂടാതെ ഒരു 10ഓളം കമ്പനികൾ വേറെയുണ്ട്. അതിനകത്ത് കംപ്ലീറ്റ് എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നാളെ റിസൾട്ട് ഗ്ലോബൽ ഈവൻറ്റ്സ് നാളെ വരാനുള്ളത് ഒന്നും തന്നെ അപ്ഡേറ്റ് ആയി, ഒരേ ഒരു ഈവൻറ്റ് മാത്രമേ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. മാത്രമല്ല നാളെ ശനിയാഴ്ചയാണ്, നാളത്തെ ഈവൻറ്റ്സ് നമുക്ക് പ്രധാനമായിട്ട് ബാധിക്കില്ല. US ഫെഡ് വില്യംസിൻ്റെ സ്പീച്ചാണ് നാളത്തെ ഒരു ഈവൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഞങ്ങളുടെ പേപ്പർ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 33 ട്രേഡിൽ നിന്നും 1:5.52 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഇപ്പോൾ 10.78% അഥവാ 64,704 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 11.8% കിട്ടി, ബാങ്ക് നിഫ്റ്റിയിൽ 7% കിട്ടി, ഫിൻ നിഫ്റ്റിയിൽ 1.5% കിട്ടി, നിഫ്റ്റി മിഡ് ക്യാപ്പ് ബ്രേക്ക് ഈവനായിട്ട് 180 രൂപ ലോസിൽ പോയി. സെൻസെക്സിൽ 25.9% കിട്ടി, 25.9. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ 18% കിട്ടി. നല്ല ഒരു മൂവ്മെൻറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഈ മാസം ഇപ്പോൾ 2 ദിവസത്തെ ട്രേഡിംഗ് ഡേയ്സിൽ ഇന്നലെ ലോസായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 53,000, അതായത് 8.99% പ്രോഫിറ്റ് ഇപ്പോൾ ഞങ്ങൾ കറൻ്റ്ലി ഹോൾഡ് ചെയ്യുന്നുണ്ട്. റിസ്ക് റിവാർഡ് റേഷ്യോ 1:2.75 ആണ് കിട്ടിയിരിക്കുന്നത്. അത് നോക്കാം, എല്ലാ മാസവും 1:1.8 ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു, രാവിലെ ഘോരഘോരം പ്രസംഗിച്ചതുപോലെ തന്നെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ താഴെ പോയി എന്നുള്ളത് മാത്രമാണ് ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ലെവലിലേക്ക് രാവിലെ മാർക്കറ്റ് ഓപ്പണായി ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ലെവലിനെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. 75,130 ഇന്നത്തെ ഹൈ വന്നിരിക്കുന്നത്. 75,095 20 പോയിൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്, 25 പോയിൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഹൈയുമായിട്ട്. അവിടെ നിന്ന് റിജക്ഷൻ വന്നു, സ്ട്രൈറ്റ് പുട്ടെടുത്തിട്ട് അവിടെ കാത്തിരുന്ന് അങ്ങനെ ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിച്ച ലെവലിലെത്തിയപ്പോൾ എക്സിറ്റ് ആവുകയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ, എത്ര മണിക്കാണ്, 12:45 ഒരു സ്ട്രൈറ്റ് ഫോൾ വീണ്ടും വന്നിട്ടുണ്ട്. അത് ശരിക്കും ഒരു ട്രാപ്പായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്രതീക്ഷ കാത്തിരുന്നപ്പോൾ തിരിച്ച് കയറിപ്പോയിട്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. എന്നാലും അത്യാവശ്യം 100% ഒരുപാട് പേര് ഇന്ന് എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എൻഗൾഫിംഗ് ആയിട്ട് വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയൊന്നും ഞാൻ മന്ത്ലി റാസ് ലെവൽസ് വരച്ചിട്ടില്ല, നാളെയോ മറ്റന്നാളോ വരക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വേനൽ മഴ ഇന്ന് ആദ്യമായിട്ട്, കഴിഞ്ഞ ഡിസംബറിന് ശേഷം ആദ്യമായിട്ടൊരു മഴ ഇന്നിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇടിയും മിന്നലൊക്കെ ആയിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമായി. ദെൻ ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഭയങ്കര ശക്തമായ മിന്നലുണ്ട്. സോ ഇവിടെ എല്ലാം തന്നെ ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലിയർലി ബെയറിഷ് മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നുണ്ട് എല്ലാ ഇൻഡെക്സുകളും. അതായത് ബാങ്ക് നിഫ്റ്റി, ബാങ്ക് എക്സ്, ഫിൻ നിഫ്റ്റി എല്ലാം തന്നെ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ നോക്കാം. കഴിഞ്ഞ വീഡിയോ, ഇന്നലത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് 920 പേരാണ്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9,800 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. കമൻ്റ് ഇട്ട് ഒരുപാട് പേരുണ്ട്. ട്രാവലർ മലയാളം നമ്മൾ അദ്ദേഹം, ജിതിൻ ജെയിൻ, ഷാജൻ PL, ഒരുപാട് പേരുണ്ട്. ബാക്ക് ബെഞ്ചർ സർ, ബ്രേക്ക് ഡൗൺ ലെവൽസ് വരക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാമോ? ഞാൻ ഇതിൻ്റെ മുൻപ് ഈ ചാനലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലേലിസ്റ്റുകൾ നോക്കുക. അതിനകത്ത് ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്നൊരു പ്ലേലിസ്റ്റ് കാണും. അതിലേക്ക് ഏറ്റവും ലാസ്റ്റുള്ള വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതൊന്ന് കാണുക കേട്ടോ. അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ഫസ്റ്റ് പേജിൽ ഏറ്റവും ഹൈലൈറ്റ്, ഏറ്റവും മൂവിങ് ആയിട്ടുള്ള, ഏറ്റവും വ്യൂ കൗണ്ടുള്ള വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. ദെൻ കൊഫോർജ് റിസൾട്ട് നന്നായിട്ടും എന്താണ് പ്രൈസ് താഴേക്ക്? വലിയൊരു ചോദ്യത്തിനാണ് ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് ന്യൂസ് ഹൈലൈറ്റ് പറയുമ്പോൾ മറുപടി പറഞ്ഞത്. കാരണം കൊഫോർജിനെ ഈ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്ന അനലിസ്റ്റുകളും അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരതിനെ ഡൗൺഗ്രേഡ് ചെയ്തു. അവരുടെ റിസൾട്ട് നല്ലതാണെങ്കിൽ കൂടി അതിനെ ഡൗൺഗ്രേഡ് ചെയ്തു. അതോടുകൂടി എല്ലാവരോടും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും കൂട്ടമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതാണ് സംഭവിച്ചത്. ദെൻ ഇവിടെ എന്താണ്, പ്രൈമോ കെമിക്കൽസ്, എനിക്ക് അതിനെക്കുറിച്ച്, ആ സ്റ്റോക്കിനെ കുറിച്ചൊന്നും എനിക്ക് നന്നായിട്ട് അറിയില്ല കേട്ടോ. മുരുകദാസൻ, ഈ ആഴ്ച തിങ്കളാഴ്ച മൂവ്മെൻറ്റ് വന്നു, പിന്നെ വെറുതെ വേസ്റ്റ് ഡേ, പിന്നെ മെയ് 1 ഹോളിഡേ, ഇന്ന് വേസ്റ്റ് ഡേ ആയില്ല. അടിപൊളി, നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലത്തെ വീഡിയോനെ കുറിച്ചായിരിക്കും. ഇന്നലെ സത്യമാണ്, ഇന്നലെ ഒരു ലോസോ അല്ലെങ്കിൽ ഒരു സുഖകരമല്ലാത്ത ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. അതേപോലെ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ഇവിടെ എത്ര പേരാണ് കണ്ടിട്ടുള്ളത്? 471 പേര് മാത്രം. കാരണം ഇന്ന് പ്രീ മാർക്കറ്റ് സെഷൻ
അപ്ലോഡിങ്ങിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. കുറേ നേരം ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് അത് പ്രോപ്പർലി വിസിബിൾ ആയത്. അപ്പം ഞാൻ 2 പ്രാവശ്യമൊക്കെ അപ്ലോഡ് ചെയ്ത് നോക്കിയിരുന്നു. അതൊക്കെ കൂടി കുറേ അബദ്ധങ്ങൾ അങ്ങനെയും സംഭവിച്ചു. എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ കമൻറ്റ് ഇട്ട എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ട്രേഡേഴ്സിന് ബെനിഫിറ്റുള്ള ടോപ്പിക്ക് മാത്രം ചെയ്താൽ കൊള്ളാം. അതെങ്ങനെയാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റുക? ട്രേഡേഴ്സിന് ഉപകാരമുള്ള ഇത് ബെനിഫിറ്റ്സ് ഉള്ള ടോപ്പിക്ക് അതെങ്ങനെയാണ്? അതൊന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ശ്രദ്ധിക്കാം. കാരണം എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റാണ് ഞാൻ ഡെലിവറി ചെയ്യേണ്ടത്. വെറുതെ ചവറ് വാരി വലിച്ചിട്ട് നിങ്ങളുടെ എൻ്റെയും സമയം കളയുന്നതിൽ കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉപകാരപ്പെടുക എന്ന് എനിക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം ഈ ഒരു ഇതിലെനിക്ക് വീഡിയോയിൽ മാറ്റം വരാം. പക്ഷേ ഇതിൻ്റെ തുടക്കകാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങൾ പലരും പറഞ്ഞു തന്നിട്ടുണ്ട്, അതങ്ങനെ ചെയ്യണം ഇങ്ങനെ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആയിട്ട് ആരും സജസ്റ്റ് ചെയ്യുന്നില്ല ചേഞ്ചസ്. സോ ഒന്ന് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇവിടെ പ്ലീസ് അവോയ്ഡ് ഓപ്പണിംഗ് മെസ്സേജ്. ഇത് ഏത് മെസ്സേജാണ്? ഓപ്പണിംഗ് മെസ്സേജ് ഒരു ഡിസ്ക്ലെയിമർ പറയുന്നുണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ. ഞാൻ ഈ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ അതാണോ അല്ല അതിനുശേഷം ഞാൻ പറയുന്ന ഒരു തള്ളാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞത് കൊണ്ടാണ്, ഒരു മോട്ടിവേഷണലായിട്ടുള്ളൊരു മെസ്സേജ് രാവിലെ വേണം, അത് നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അത് ആഡ് ചെയ്തത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, എന്താ കുഴപ്പം? ദെൻ ഇത് ആരാണ്? സ്വന്തം ചേട്ടായോ? ഓക്കെ. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്നത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണോ? അല്ല, ഓപ്പൺ ഇൻട്രസ്റ്റ് തന്നെയാണ് നോക്കുക. നമ്മൾ ഡെയിലി മൂവ്മെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കണം. ഓരോ സ്ട്രൈക്കിലും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ചിലപ്പോൾ അവിടെ കുറഞ്ഞു പോയിട്ടുണ്ടാവും, പുട്ടിൽ ഹയസ്റ്റ് ഉണ്ടായത് കോളിലേക്ക് മാറിയിട്ടുണ്ടാവും, നമ്മൾ കൃത്യമായിട്ട് നോക്കണം. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് തന്നെയാണ്. നെഗറ്റീവ് വീഡിയോ ചെയ്യാതിരിക്കാവോ? ഏതാണ് നെഗറ്റീവായത്? ലോസിൻ്റെയൊക്കെ കഥകൾ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ? പക്ഷേ റിയാലിറ്റി അതാണ് ബ്രദർ. നമ്മൾ 100 പേരെടുത്തു കഴിഞ്ഞാൽ 99 പേരും നഷ്ടം കൊണ്ട് ചക്രശ്വാസം വലിച്ചവരായിരിക്കും. 100 പേരിൽ 10 പേര് മാത്രമേ വിജയിച്ചവരുണ്ടാവുള്ളൂ. അത് മാത്രമല്ല 10 പേരല്ല, ഒരു കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് എവിടെയെങ്കിലും ടൗണിൽ പോയിട്ട് 10 പേരോട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെട്ട ആളായിരിക്കും. അതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. സോ അതൊരു റിയാലിറ്റിയാണ്, നമ്മൾ ഉൾക്കൊള്ളുക. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ കണ്ടിന്യൂസ്ലി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ വരാതിരിക്കുക ഈ പരിപാടിയിലേക്ക്. കാരണം വരുന്നുണ്ടെങ്കിൽ മര്യാദക്ക് പഠിച്ചിട്ട് വരിക, അല്ലെങ്കിൽ വരരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇന്ന് എനിക്ക് പറയാനുള്ളത്. സോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് ഇനി നമുക്ക് തിങ്കളാഴ്ച കണ്ടുമുട്ടാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ കണ്ടന്റ് എനിക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ അതും ചെയ്തേക്കാം. ഓൾ റൈറ്റ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു. താങ്ക് യു വെരി മച്ച്.